ഏകദേശം ഒരു 10 മിനിറ്റ് സംതിങ് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പ്രേക്ഷകരായ നിങ്ങളെ സംബന്ധിച്ച് തലയ്ക്ക് ഒരു വലിയ ലൂസായ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് തോന്നണം. എങ്കിൽ മാത്രമേ നിങ്ങൾ നോർമലായ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് പറയാൻ കഴിയൂ. അങ്ങനെ പറയുന്ന കാര്യം ഞാൻ പറയുന്ന ചില വിചിത്രമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അങ്ങനെയുള്ള ഒരു പരിജ്ഞാനക്കുറവുള്ളതുകൊണ്ട് തീർച്ചയായും യൂട്യൂബിൽ കൂടി നിങ്ങളോട് സംസാരിക്കുന്ന ഈ വ്യക്തി ഒരു വലിയ ലൂസായ മനുഷ്യനാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ചിന്തിക്കാത്ത പക്ഷെ നിങ്ങൾ അബ്നോർമലാണോ? എത്ര വ്യൂസ് ഉണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ ഈ വീഡിയോ കാണാൻ ശ്രമിക്കേണ്ട. നോവയുടെ പെട്ടത്തിൽ വെല്ലെണ്ണാവുന്ന വ്യക്തികൾ മാത്രമേ കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സാത്താനെക്കുറിച്ചും സാത്താൻ്റെ സന്തതികളെക്കുറിച്ചും അങ്ങനെ ആത്മാർത്ഥമായും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ആഗ്രഹമുള്ള വ്യക്തികൾ മാത്രം, അല്ലാതെ ഒരു വ്യക്തിയും ഈ വീഡിയോ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ നിങ്ങളോട് മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള അങ്ങനെയുള്ള കഴിവൊന്നും എനിക്കില്ല. ചില തമിഴ് ചാനലിലുള്ള വ്യക്തികൾ മണിക്കൂറുകളോളം എങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് വലിയ അത്ഭുതമാണ്. ശ്വാസം പോലും വിടാതെ യാതൊരു വിക്കലും തടസ്സവും ഇല്ലാതെ അതൊരു കഴിവാണ്. പക്ഷേ എനിക്ക് ആ കഴിവില്ല. ഞാൻ അങ്ങനെ സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല വിക്കലും തടസ്സവും തെറ്റുകളും കുറ്റങ്ങളും, അതുമാത്രമല്ല വീണ്ടും അതിനെ എഡിറ്റ് ചെയ്യുക, കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും റെക്കോർഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് സമയം വേസ്റ്റാവും. അത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെയൊക്കെ കുടുംബത്തിലെ ഒരു അംഗം എന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് എഴുതി കൊടുക്കുമ്പോൾ എന്താണ് പ്രയോജനം? അതിലെന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായി തിരുത്താൻ കഴിയും. അപ്പോൾ ഞാൻ ഇനി മുതൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് എഴുതി കൊടുക്കും. കമ്പ്യൂട്ടർ സിസ്റ്റം നിങ്ങളോട് സംസാരിക്കും. ഈ വീഡിയോയിൽ ആദ്യം പറയാനുള്ളത്, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിന് എഴുതി കൊടുക്കുന്ന വ്യക്തിക്ക് ഒരു പേര് വേണമല്ലോ. പല പേരുകളും പലരും തന്നിട്ടുണ്ട്. മാതാപിതാക്കൾ തന്ന പേര് പറയുന്നില്ല. എങ്കിലും ഒരു പേര് വേണമല്ലോ. അതുകൊണ്ടാണ് ആത്മീയവാദി എന്ന പേര് സ്വയം തിരഞ്ഞെടുത്തത്. ആത്മീയവാദി സ്വയം വേറെയും ചില പേരുകൾ കൊടുത്തിട്ടുണ്ട്. ബൈബിളിലെ ഒരു കഥാപാത്രമായ ജോബ് 6 എന്ന സംഖ്യയുടെ പേര് കായി. ഇങ്ങനെ ചില വിചിത്രമായ പേരുകൾ കാലത്തിന്റെ പ്രത്യേകതകൾ കാരണം സ്വയം ചാർത്തേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പേരുകൾ സ്വയം ചാർത്തേണ്ടിവന്നു എന്നതിനെക്കുറിച്ച് അതിൻ്റേതായ സാഹചര്യങ്ങളിൽ തീർച്ചയായും വ്യക്തമായി പറയുന്നതായിരിക്കും. മറ്റുള്ളവർ ചാർത്തി തന്ന പേരുകളിൽ ഒരു പേര് നിഷേധിച്ചാൽ പോലും അതുമായി ഒരു ബന്ധമുണ്ട്. അച്ഛനും മകളും മാത്രമുള്ള വീട്ടിൽ ആകപ്പാടെ 2 പേർ മാത്രമല്ലേ കാണുകയുള്ളൂ. അച്ഛൻ എന്ന വ്യക്തിക്ക് ആയിരിക്കുമല്ലോ പ്രഥമസ്ഥാനം. അതുകൊണ്ട് 1 എന്ന ഒരു പേര് കിട്ടി. മറ്റ് സംഖ്യകളിൽ നിന്ന് വ്യത്യസ്തമായി 1 എന്ന സംഖ്യ എപ്പോഴും നടുനിവർന്ന് മാത്രമേ നിൽക്കുകയുള്ളൂ. അതുമാത്രമല്ല, 120 വർഷമാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ ദൈർഘ്യം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആയുസ് 1 എന്ന സംഖ്യയുടെ പേരിനുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ എല്ലാ ഒന്നുകളും ഒന്നല്ല. കാരണം 120 വർഷത്തെ ആയുസ്സിന്റെ കണക്ക് നോക്കുമ്പോൾ അതിൽ 3 അക്ക സംഖ്യയാണ് ഉള്ളത്. 3 അക്ക സംഖ്യ ജീവനെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ 4 അക്ക സംഖ്യ മരണത്തെ പ്രതിദാനം ചെയ്യുന്ന സംഖ്യയാണ്. കാരണം 4 അക്ക സംഖ്യയുള്ള കാലം വരെ, അതായത് 1000 വർഷം വരെ ഒരു മനുഷ്യനും ജീവിക്കുന്നില്ല. ബൈബിളിൽ പോലും നോഹയുടെ അച്ഛന്റെ അച്ഛൻ മെതുശേല 969 വർഷം മാത്രമേ ജീവിച്ചതായി പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 4 അക്ക സംഖ്യ മുതലോ അതു കഴിഞ്ഞുള്ള 11 മുതലുള്ള സംഖ്യയുമായി ആത്മീയവാദിയെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. മരണത്തിന്റെ ഒന്നാകാൻ ആത്മീയവാദി പിശാചിന്റെ സന്താനമല്ല. സ്വന്തം അച്ഛന്റെ അതേ പേര് പലർക്കും ഉണ്ടാകും. അവരെയെല്ലാം അച്ഛ എന്ന് വിളിക്കാറുണ്ടോ? എന്നാൽ അങ്ങനെ വിളിക്കുന്നവരെ സംബന്ധിച്ച് എല്ലാ ഒന്നുകളും ആത്മീയവാദി തന്നെയാണ് എന്ന് പറയുവാൻ സാധ്യതയുണ്ട്. ഇത്തരം കടുത്ത ഭാഷയിൽ പറയാതെ അത്തരക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല എന്ന ഗതികേട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. കാണുന്നവരെയെല്ലാം അച്ഛ എന്ന് വിളിക്കുന്നവർ ആത്മീയവാദിയുടെ ശത്രുക്കളിലുണ്ട്. അതുമാത്രമല്ല, 11 എന്ന സംഖ്യ ഉച്ചരിക്കുമ്പോൾ ആദ്യത്തെ 1-ന് ശേഷം വരുന്ന സംഖ്യയെ 1 എന്നല്ല പറയുന്നത്. 4 എന്ന ഉച്ചാരണത്തിലെ ന എന്ന അക്ഷരം ഉപയോഗിച്ച് 1 എന്നാണ് പറയുന്നത്. ഒരു തല മുടി നാരിന് പോലും അതിൻ്റെതായ നിഴലുണ്ടെങ്കിൽ
ഒന്നും നൊന്നും തമ്മിൽ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അപ്പോൾ ന്യായമായും ഒരു സംശയം ഉണ്ടാകും 6 എന്ന സംഖ്യ മരണത്തിന്റെ പരിധിയിലുള്ള സംഖ്യ അല്ലേ എന്ന്. ആരും മലർന്നു കിടന്ന് തുപ്പാറില്ലല്ലോ. അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനപ്പെടാൻ സ്വയം 6 എന്ന സംഖ്യ ആത്മീയവാദി കൊടുക്കില്ലല്ലോ. എങ്കിലും ആത്മീയവാദി എന്തുകൊണ്ട് സ്വയം 6 എന്ന സംഖ്യ പേര് കൊടുത്തതിന്റെ കാരണം പാർട്ട് 6 വീഡിയോയിൽ വ്യക്തമായി പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രമാത്രം അറിയുക. തമിഴ്നാട്ടിൽ തിരുവാവൂർ വടകണ്ടം എന്ന സ്ഥലത്ത് 2 എന്ന സംഖ്യാപേരുള്ള ചുവന്ന ദേവതയ്ക്ക് വേണ്ടിയാണ് 6 എന്ന സംഖ്യാപേര് ആത്മീയവാദി സ്വയം തിരഞ്ഞെടുത്തത്. 4ഉം 5ഉം ഗ്രൂപ്പിലെ അംഗങ്ങൾ കേരളത്തിൽ 2 എന്ന സംഖ്യാപേര് മകൾക്കാണ് കൊടുത്തിട്ടുള്ളത്. തമിഴ്നാട് വടകണ്ടം മില്ലിന്റെ പരിസരവാസികളോടോ മില്ലിന് സമീപം താമസിക്കുന്ന EB ഓഫീസ് എന്നറിയപ്പെടുന്ന ഇലക്ട്രിസിറ്റി ഓഫീസിൽ ജോലിയുള്ള രതീഷിനോടോ വീട് വാടകയ്ക്ക് എടുത്തു തന്ന വീരയ എന്ന വ്യക്തിയോടോ ചോദിച്ചാൽ ആത്മീയവാദിയും മകളും താമസിച്ച വീട് അറിയാൻ കഴിയും. ആ നാട്ടിൽ ചെന്ന് തിരക്കിയതിനു ശേഷം ആത്മീയവാദിയുടെ ചുവന്ന ദേവത ആരാണെന്നും ചുവന്ന ദേവതയ്ക്ക് 2 എന്ന സംഖ്യാനമ്പറും ആത്മീയവാദിക്ക് 6 എന്ന സംഖ്യാനമ്പറും ഉണ്ടോ എന്നറിയാൻ കഴിയും. അങ്ങനെ തിരക്കിയെറിയുമ്പോൾ മാത്രമേ 666 എന്ന സംഖ്യയുമായി 4ഉം 5ഉം ഗ്രൂപ്പിന് ബന്ധമുണ്ടോ എന്ന് നിങ്ങൾക്കറിയാൻ കഴിയൂ. അപൂർവങ്ങളിൽ അപൂർവമായി പോലും 666 എന്ന സംഖ്യയുമായി ഒരു മനുഷ്യന് ബന്ധം വരാൻ പാടില്ല. പക്ഷേ 4ഉം 5 ഗ്രൂപ്പ് കാരണം 666 എന്ന സംഖ്യയുമായി ക്രിസ്തുവിനും ആത്മീയവാദിക്കും എങ്ങനെ ബന്ധമുണ്ടായി? അതിനെക്കുറിച്ച് സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ചുവന്ന ദേവതയോട് ക്രിസ്തുവിന് 6 എന്ന സംഖ്യയുമായി ബന്ധമുണ്ടോ, ആത്മീയവാദിക്ക് 6 എന്ന സംഖ്യയുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചറിയാതെ നിങ്ങൾക്കറിയാൻ കഴിയില്ല. ഇതൊരു കെട്ടുകഥയല്ല. അതുകൊണ്ട് മാത്രമാണ് കൃത്യമായ അഡ്രസ്സ് തന്നിരിക്കുന്നത്. ഏതായാലും ചുവന്ന ദേവതയുടെ സംഖ്യാനമ്പർ 2 എന്നും ആത്മീയവാദിയുടെ സംഖ്യാനമ്പർ 6 എന്നുമാണ്. കൂട്ടിയെഴുതിയാൽ 26 എന്ന സംഖ്യാനമ്പർ ഉണ്ട്. 2026-ൽ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ ചരിത്രങ്ങളെക്കുറിച്ച് ഇന്റർനെറ്റ് വഴി പഠിക്കാൻ ശ്രമിച്ചപ്പോൾ 26 എന്ന സംഖ്യ നമ്പർ ജൂതമതത്തിലെ ജമാട്രിയ എന്ന സമ്പ്രദായമനുസരിച്ച് ദൈവത്തിന്റെ സംഖ്യാമൂല്യം 26 ആയി കരുതപ്പെട്ടിരുന്നു എന്ന് കണ്ടപ്പോൾ ദൈവകൃപ ആ സംഖ്യയ്ക്ക് ഉള്ളതായി തോന്നിയതിനെ തുടർന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം തീർച്ചയായും തോന്നിയെങ്കിലും ബൈബിളിൽ ഒരിടത്തുപോലും ഒരിക്കലും അങ്ങനെ കണക്കുകൂട്ടാൻ പറഞ്ഞിട്ടില്ല എന്നത് വളരെ നിരാശ തരുന്നുണ്ട്. ഏതായാലും 666 എന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായും അറിയണമെന്ന് ആഗ്രഹമുള്ളവർ പാർട്ട് 6 വീഡിയോയിൽ കൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം തന്ന അഡ്രസ്സിൽ തിരക്കി മനസ്സിലാക്കേണ്ടതാണ്. ചുവന്ന ദേവത എന്നത് ഒരു യുവതിയാണ്. യുവതിയുടെ പേര് തുറന്നു പറയാത്തത് ആ യുവതിയുടെ മാന്യത ഇല്ലാതാക്കി എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. 666 എന്ന സാത്താന്റെ സംഖ്യയെക്കുറിച്ചും കൈ എന്ന പേരിനെക്കുറിച്ചും തെളിവ് നിരത്തണമെങ്കിൽ കൃത്യമായി അഡ്രസ്സ് പറയാതെ മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് തമിഴ്നാട്ടിലെ അഡ്രസ്സ് പറഞ്ഞത്. നിങ്ങൾ ആര് ചെന്ന് ആ നാട്ടിൽ തിരക്കിയാലും ചുവന്ന ദേവത ആരാണെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. ആത്മീയവാദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു യഥാർത്ഥ ചുവന്ന ദേവത തന്നെയാണ്. സാത്താനെക്കുറിച്ച് ആത്മാർത്ഥമായും അറിയാൻ താൽപ്പര്യമുള്ളവർ ഒഴിച്ച് ഈ വീഡിയോ ഒരു കാരണവശാലും നാട്ടുകാർക്ക് കാണുവാനുള്ള വീഡിയോ അല്ല. ചുവന്ന ദേവതയ്ക്കും ആത്മീയവാദി എന്ന വ്യക്തിയുടെ വംശത്തിൽ ജനിച്ച ഓരോ തലമുറകളും പിശാചിന് കീഴ്പ്പെടാതെ ജീവിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഈ വീഡിയോ ഏതൊരു കാരണവശാലും കേൾക്കാൻ പാടില്ല എന്ന ശക്തമായ നിർബന്ധമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ലംഘിച്ച് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സ്വന്തമായി വീടുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ആത്മഹത്യാശ്രമം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതിനെ തുടർന്ന് ആത്മഹത്യാശ്രമം നടത്തിയ പിതാവിനോടൊപ്പം UKGയിൽ പഠിക്കുന്ന മകൾ വളരുന്നത് നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതിനാൽ സ്വന്തം വീട് ഉപേക്ഷിച്ച് ഏകദേശം 1 വർഷക്കാലം കഴിഞ്ഞ് മടങ്ങിവന്നപ്പോൾ ആർക്കും വേണ്ടാതെ ഒരു ബൈബിൾ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇത്തരം ജീവിത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ ആത്മീയവാദിയുടെ തലമുറകൾക്ക് വേണ്ടി പിശാചിനെക്കുറിച്ച് ബോധം ഉണ്ടാകാൻ വേണ്ടി ഒരു കാര്യവും ബുക്കിൽ എഴുതിവയ്ക്കാൻ സാധ്യമല്ല. അന്ന് സ്വന്തം വീട് ഉണ്ടായിരുന്നു. ഇന്ന് വാടകക്കാണ് താമസിക്കുന്നത്.
നിലവിൽ താമസിക്കുന്ന വാടക വീടടക്കം പല വാടക വീടിലും മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് വീടിന് പുറത്തു പോകുമ്പോൾ പലരും തുറന്നിട്ടുണ്ട്. ഹൗസ് ഓണർ കൊടുത്ത താക്കോലാണോ, മറ്റ് കള്ള താക്കോൽ ഉപയോഗിച്ച് തുറന്നതാണോ എന്നറിയാത്തതിനാൽ ഹൗസ് ഓണറെ കുറ്റം വിധിക്കാൻ കഴിയില്ല. എങ്കിലും ഹൗസ് ഓണറുടെ മറ്റ് മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി വിലയിരുത്തി വേണം താക്കോൽ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് വിലയിരുത്താൻ കഴിയൂ. അച്ഛനും മകളും മാത്രം താമസിക്കുന്ന വീട്ടിൽ ബ്ലൂ ഫിലിമോ സീഡിയോ ഉണ്ടെന്നുള്ള പരിശോധനയും ചിലരുടെ പൈശാചികമായ ശക്തിയാൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അജണ്ടകൾ അംഗീകരിക്കാത്തതുകൊണ്ട് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവ വീട്ടിൽ വെച്ച് നിയമപരമായ നടപടിയുണ്ടാക്കുമെന്നുള്ള ഭീഷണി നടപ്പിലാക്കാനാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. പലപ്പോഴും വീട്ടിനുള്ളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ വയറിന്റെ തലപ്പ് കട്ട് ചെയ്യുക, വെള്ളം കോരി ഒഴിച്ച് കേടുവരുത്തുക, ഇങ്ങനെ പല ക്ഷുദ്ര പ്രവർത്തനങ്ങളും മകൾ ജനിച്ചതിന് ശേഷമുള്ള 16 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിശാചിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ ആത്മീയവാദിയുടെ വരുംതലമുറയ്ക്ക് വേണ്ടി വാടക വീട്ടിൽ എഴുതിവെക്കാൻ സാധ്യമല്ല. പിശാചിന്റെ സന്തതികളും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ എന്ന് തെളിയിക്കാതെ ആർക്കും അത് വാടക വീട്ടിൽ ഒരു ബുക്കിൽ എഴുതിവെച്ചാൽ സുരക്ഷിതമായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. അതുമാത്രമല്ല, പിശാചും പിശാചിന്റെ സന്തതികളും അവരുടെ പൈശാചികമായ പ്രവൃത്തികൾ ആരും തന്നെ അറിയാതിരിക്കാൻ വാടക വീട്ടിൽ എഴുതി സൂക്ഷിച്ചാൽ മതി എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം അത് നശിപ്പിച്ച് ആത്മീയവാദിയുടെ തലമുറകളെയും നശിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഉള്ളത്. ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതിവെച്ച് പോകുന്ന സ്ഥലത്ത് കൂടെ കൊണ്ടുപോവുക എന്നത് പ്രായോഗികമായ കാര്യമല്ല. എവിടെയെങ്കിലും വച്ച് മറന്നുപോകാൻ സാധ്യതയുള്ളൂ. വിളിക്കാത്ത സത്യയ്ക്ക് ഉണ്ണാൻ വരുന്നതുപോലെ വീഡിയോ കാണുന്നതിൽ വിരോധമില്ല. പക്ഷേ ഉണ്ടതിന് ശേഷം തെളിവുകൾ നിരത്താതെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അപമാനിക്കുന്നതും അഹങ്കാരം കാണിക്കുന്നതും അന്യായം ആരോപിക്കുന്നതും അംഗീകരിക്കാൻ സാധ്യമല്ല. പണവും പദവിയും പട്ടവും അധികാരവും ആഡംബരവും പകിട്ടും പത്രാസും വിദ്യാഭ്യാസവും ഭൂസ്വത്തും രാഷ്ട്രീയ ബന്ധങ്ങളും ഉള്ളവരോട് കൂടുതൽ അനുകൂലമായ നിലപാടും ഇതൊന്നുമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് നിയമത്തെക്കാൾ ആശ്രയിക്കാൻ കഴിയുന്നത് ദൈവത്തെ മാത്രമാണ് എന്ന് അനുഭവിച്ച് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിയമത്തോടും നിയമപാലകരോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവമുണ്ടോ പിശാച് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് നിങ്ങളുടെ അധികാരപരിധിയിലോ സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിലോ ബുദ്ധിയുടെയോ യോഗ്യതയുടെയോ കഴിവിലോ അല്ല. ദൈവമുണ്ടോ എന്നറിയണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം, അല്ലാതെ ലോകം ആദരിക്കുന്ന ഏതെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല. നിങ്ങളെ സംബന്ധിച്ച് ആത്മീയവാദിയും മകളും എന്നത് വെറും കീടത്തിന് തുല്യമാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോറിന്റെ ഭാരം ഏകദേശം 1230 ഗ്രാം മാത്രമായിരുന്നു. തലച്ചോറിന്റെ മൊത്തം ഭാരത്തിന്റെ ഏകദേശം 75% മുതൽ 80% വരെ ജലമാണ്. അതായത് 1300 ഗ്രാം ഭാരമുള്ള ഒരു തലച്ചോറിൽ ഏകദേശം 975 ഗ്രാം മുതൽ 1040 ഗ്രാം വരെ ജലമായിരിക്കും. മിച്ചമുള്ളത് ഏകദേശം 280 ഗ്രാം മുതൽ 350 ഗ്രാം വരെ മാത്രമായിരിക്കും. അത്രമാത്രമുള്ള തലച്ചോറ് കൊണ്ട് ദൈവത്തെയും പിശാചിനെയും ഈ ലോകത്തിലെ സമസ്തവും വിലയിരുത്തുന്നത് കുറച്ചുപേർ ചേർന്ന് എഴുതി തയ്യാറാക്കിയ നിയമത്തിന്റെ അളവുകോലുകൊണ്ട് വിലയിരുത്തണം എന്ന് പറയുന്നത് ആന മണ്ടത്തരമാണ്. മരണമടഞ്ഞതിന് ശേഷം കൃത്യമായ പരിചരണമില്ലാത്ത പക്ഷം പുഴുവും കൃമിയും മാത്രമായി അവശേഷിക്കുന്ന തലച്ചോറ് കൊണ്ട് ജീവനോടിയിരിക്കുമ്പോൾ ശാസ്ത്രം പോലും പ്രപഞ്ചത്തെക്കുറിച്ച് വെറും 5% മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ബാക്കി 95% വരുന്ന ഡാർക്ക് മാറ്ററിനെക്കുറിച്ചും ഡാർക്ക് എനർജിയെക്കുറിച്ചും ശാസ്ത്രത്തിന് അറിവില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പിശാചിനെക്കുറിച്ച് ബോധമുണ്ടാക്കാനും ആത്മീയവാദി കാരണമുണ്ടായ തലമുറകളിലെ ഒരു വ്യക്തി പോലും പിശാചിന്റെ അടിമയാകരുത് എന്ന ഉദ്ദേശത്തോടെ തയ്യാറാക്കുന്ന ഈ വീഡിയോയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ശക്തികളെ പൈശാചിക ശക്തി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. നിയമത്തിന്റെ അളവുകോല് കൊണ്ട് മാത്രമേ ദൈവത്തെയും പിശാചിനെയും മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജയിലിൽ അടയ്ക്കുന്നതിന് പകരം ഇന്ത്യ രാജ്യത്തിന് പുറത്ത് നാടുകടത്തി തരണമെന്നാണ് പറയാനുള്ളത്. നിയമത്തിന്റെ അളവുകോലുകൊണ്ട് മാത്രമേ ദൈവത്തെക്കുറിച്ചും പിശാചിനെക്കുറിച്ചും മനസ്സിലാക്കാവൂ എന്ന് ചട്ടം കെട്ടുകയാണെങ്കിൽ
നിയമത്തിനും നിയമത്തിന്റെ വ്യക്താക്കൾക്കും കുറ്റങ്ങളും കുറവുകളും പൈശാചിക പ്രവൃത്തിയുണ്ടാക്കുന്ന യാതൊന്നുമായി സമ്പർക്കവും ഉണ്ടാകരുത്. ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളത് കമ്പ്യൂട്ടർ പോലുള്ള യന്ത്രമനുഷ്യരല്ല നിയമത്തിന്റെ വ്യക്താക്കൾ. കുറ്റങ്ങളും കുറവുകളും ബലഹീനതയും പോരായ്മയുമുള്ള മനുഷ്യരാണ്. തർക്കിക്കുന്ന പക്ഷം ഉദാഹരണമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട സാഹചര്യം എന്തുകൊണ്ട് വന്നു എന്നതിനെക്കുറിച്ച് അല്പം പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പറയുന്നതാണ് നല്ലത്. അഗമ്യഗമനവും ഓറൽ സെക്സും വ്യഭിചാരവും കൊലപാതകവും രക്തച്ചൊരിച്ചിലും ചെയ്യുന്ന 4-5 ഗ്രൂപ്പിലെ അംഗങ്ങളായ സാത്താന്റെ സന്തതികൾ 16 വർഷമായി ആത്മീയവാദിയും മകളും താമസിക്കുന്ന ഓരോ ദേശത്തെയും ജനങ്ങളെ ഇൻസെസ്റ്റ് പോലുള്ള പൈശാചിക പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണമുള്ള പൈശാചിക കർമ്മങ്ങൾക്കുള്ള ബലിമൃഗമായി ആത്മീയവാദിയെയും മകളെയും വേട്ടയാടുന്ന ദുരന്താവസ്ഥ ഉള്ളതുകൊണ്ടാണ് നിയമത്തിന്റെ അളവുകോലുകൊണ്ട് ദൈവത്തെയും പിശാചിനെയും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല എന്നും നിയമത്തിനും നിയമവ്യക്താക്കൾക്കും കുറ്റങ്ങളും കുറവുകളും പോരായ്മയും ബലഹീനതയും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നതും. കാരണം ആത്മീയവാദി സാത്താന്റെ സന്തതികളെക്കുറിച്ച് മാത്രമല്ല ഈ വീഡിയോയിൽ പറയുന്നത്, സാത്താനെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ സാത്താന്റെ പ്രവൃത്തികൾ ചെയ്യുന്ന, സാത്താന്റെ പൈശാചിക ശക്തി ഭരിക്കുന്ന ഏതൊരു മനുഷ്യനും സാത്താനെക്കുറിച്ചും സാത്താന്റെ സന്തതികളെക്കുറിച്ചും ഈ വീഡിയോയിൽ കൂടി ഏതൊന്നും പറയാതിരിക്കാനായി തടസ്സമുണ്ടാക്കാൻ പോലീസിനോട് പരാതി പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂട്യൂബിൽ കൂടി പോലീസിനോട് തമാശ പറയാൻ തക്കവണ്ണമുള്ള ജീവിത സാഹചര്യമാണോ ആത്മീയവാദിക്കുള്ളത്? സാത്താനും സാത്താന്റെ സന്തതികളും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ആത്മീയവാദിയുടെ മകളെ ആത്മീയവാദിയിൽ നിന്ന് വേർപിരിക്കണം എന്ന കഠിന പരിശ്രമം 16 വർഷമായി നടത്തുമ്പോൾ പോലീസിനെ മനപൂർവ്വം പരിഹസിക്കാനോ കുറ്റം പറയാനോ അല്പമെങ്കിലും വിവരമുണ്ടെങ്കിൽ ആത്മീയവാദി എന്നല്ല ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യില്ല. പക്ഷേ സാത്താനെയും സാത്താന്റെ സന്തതികളെയും കുറിച്ച് പറയുമ്പോൾ നിയമത്തിന്റെ ചില പോരായ്മകളും ബലഹീനതയും കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കാതെ മുന്നോട്ട് സംസാരിക്കാൻ കഴിയില്ല. കാരണം ആദ്യമേ പറഞ്ഞുവല്ലോ, സാത്താന്റെ സന്തതികളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ആദ്യം തടസ്സം സൃഷ്ടിക്കാൻ പോലീസുകാർ ശ്രമിക്കുമെന്നുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ്. ദൈവത്തെക്കാൾ വലുതല്ല നിയമവും നിയമത്തിലെ വ്യക്താക്കളും. പുറമേക്ക് മാന്യതയ്ക്ക് നിരക്കാത്ത ആരോപണങ്ങളാണ് പറഞ്ഞത് എന്ന് തോന്നാം. എന്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് 4-5 ഗ്രൂപ്പിന് അഗമ്യഗമനം എന്ന പ്രവൃത്തിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് 4-5 ഗ്രൂപ്പ് ഓറൽ സെക്സ് ചെയ്യുന്നവർ എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് 4-5 ഗ്രൂപ്പിലെ അംഗങ്ങൾ ആത്മീയവാദി താമസിക്കുന്ന ഓരോ ദേശത്തെയും ജനങ്ങളെ ഇൻസെസ്റ്റ് പോലുള്ള പൈശാചിക പ്രവൃത്തികളിലേക്ക് നയിക്കുന്നവരാണെന്ന് പറഞ്ഞു? യൂട്യൂബിൽ കൂടി ഉന്നയിച്ച ആരോപണങ്ങൾക്കും വ്യക്തമായി ഉത്തരം പറയാൻ ആത്മീയവാദി ബാധ്യസ്ഥനാണ്. ആത്മീയവാദി പറയുന്ന കാര്യം നിങ്ങളുടെ അറിവുകേടുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ വരുന്ന പക്ഷം അതിന്റെ അർത്ഥം എന്താണ്? ആത്മീയവാദി നുണ പറയുന്നു എന്ന് ഒരു അർത്ഥം വരുകയും. ഇത്തരം സംസാരങ്ങൾ സോഷ്യൽ മീഡിയ വഴി സംസാരിച്ചതിന് 4-5 ഗ്രൂപ്പിന്റെ പ്രവർത്തനത്താൽ കേസ് ചാർജ് ചെയ്യാനും സാധ്യതയുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന മഹത് വചനമൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ആത്മീയവാദിയോ മകളോ മനപൂർവ്വം നുണ പറയുന്നുണ്ടോ എന്നറിയാൻ തീർച്ചയായും പോളിഗ്രാഫ് പരിശോധന, ബ്രെയിൻ മാപ്പിംഗ്, നാർക്കോ അനാലിസിസ്, ഹിപ്നോട്ടിസം. ആത്മീയവാദിക്ക് പ്രയോജനമുണ്ടാകാത്തതുകൊണ്ട് മകൾക്ക് മാത്രം കൗൺസിലിംഗ്. ഇത്തരം പരിശോധനകൾക്ക് വേണ്ടി മാക്സിമം 50,000 രൂപ ആത്മീയവാദി പലിശക്കെടുത്ത് തരുവാൻ തയ്യാറാണ്. പരിശോധനയിൽ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ 50,000 രൂപ പലിശയടക്കം തിരിച്ചു തരണമെന്നും ഇത്തരം നടപടിക്രമങ്ങൾ പാലിക്കാതെ സത്യം ഏത് അസത്യം ഏത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാതെ 300 ഗ്രാം തലച്ചോറിന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നത് അമ്മയില്ലാത്ത ഒരു മകളോടും 16 വർഷം ആ മകളെ വളർത്തിയ അച്ഛനോടും ചെയ്യുന്ന കടുത്ത അപരാധമാണ്. കോടതിയും പോലീസും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസിനെ വിലയിരുത്തുന്നത്. പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് നുണ പരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടും അത്തരം പരിശോധനയ്ക്ക് വിധേയമാക്കാതെ പ്രതികൂലമായ നടപടി ഉണ്ടാകുന്ന പക്ഷം പറയുന്ന വിഷയം പൈശാചിക വിഷയമായതിനാൽ
300 ഗ്രാം തലച്ചോറിന്റെ ബുദ്ധിക്കപ്പുറം 4ഉം 5ഉം ഗ്രൂപ്പുകാരെ ഭരിക്കുന്ന അതേ പൈശാചിക ശക്തി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ശരീരത്ത് വസിച്ചുകൊണ്ട് ആത്മീയവാദിയുടെ ജീവിതത്തെ നിയമനടപടികളാലും അല്ലാതെയും നശിപ്പിക്കാനുമുള്ള സാധ്യതയുമുണ്ട്. പോലീസുകാരുടെ ശരീരത്തിൽ പിശാചിന് വസിക്കാൻ പേടിയോ ശക്തിക്കുറവോ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? പിശാചിനേക്കാൾ ഭയങ്കരന്മാരാണ് പോലീസുകാർ എന്നല്ലേ? പോലീസുകാരുടെ ശരീരത്തിൽ മാത്രം പിശാചിന് വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതും വിഡ്ഢിത്തവും കോമാളിത്തരവുമായ സംസാരമാണ്. യുക്തിഭദ്രമായ ചോദ്യമാണ് ചോദിക്കുന്നത്. യൂട്യൂബിൽ കൂടി ആത്മീയവാദി ചില സത്യങ്ങൾ പറയുമ്പോഴും ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഒരു കീടമായും ശത്രുവായും മർദ്ദിക്കണമെന്നും ജയിലിൽ ഇടണമെന്നും തോന്നുന്നുണ്ടെങ്കിൽ ഭയങ്കരന്മാരായി മാറിയതുകൊണ്ടാണ്. കർത്താവ് നിങ്ങളുടെ ഇടയനാകുന്നു, നിങ്ങൾ എന്റെ കുഞ്ഞാടാകുന്നു എന്ന് ചില പള്ളിയിലെ അച്ഛന്മാർ പ്രത്യേക ഈണത്തിൽ ഒലിപ്പിച്ച് പറയുന്നതുപോലെ നിങ്ങളെ ഭയന്ന് ആത്മീയവാദിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ആത്മീയവാദി പറയുന്നത് സാത്താനെക്കുറിച്ചാണ്. സാത്താനെക്കുറിച്ച് പറയുമ്പോൾ പോലീസിനെ ഭയക്കണമെന്ന് കരുതുന്നതും അവർ തടസ്സം സൃഷ്ടിക്കുമെന്ന ഭയവും സാത്താനെക്കുറിച്ചും സാത്താന്റെ സന്തതികളായ 4ഉം 5ഉം ഗ്രൂപ്പിനെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ 350 ഗ്രാം തലച്ചോറുള്ള ഭയങ്കരന്മാർ ആരെങ്കിലും തടസ്സമുണ്ടാക്കാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നതിന്റെ കാര്യകാരണങ്ങൾ അവർക്ക് ബോധിക്കുന്ന രീതിയിൽ പറയണമെങ്കിൽ ഒലിപ്പീര് സംസാരം പാടില്ല. അത് അവർക്ക് പുച്ഛവും പരിഹാസവും അവരോട് പറയുന്ന കാര്യങ്ങൾ അവ്യക്തതയും ഉണ്ടാകാൻ സാധ്യതയുമുണ്ടാക്കും. പോലീസുകാരുടെ ശരീരത്തിൽ പിശാച് വസിക്കാത്തതുകൊണ്ട് അവരെല്ലാവരും ഭയങ്കരന്മാർ എന്ന് കരുതരുത്. വിശുദ്ധിയും നന്മയുമുള്ള തിന്മകൾ ചെയ്യാത്ത ദൈവകൃപയുള്ള പോലീസുകാരുടെ ശരീരത്തിൽ പിശാചിന് വസിക്കാൻ സാധിക്കില്ല. കുറ്റവാളികളെ പോലീസ് പിടിച്ചാൽ ചോദ്യം ചെയ്യും. ചിലപ്പോൾ സത്യം തെളിയിക്കാനായി ശാരീരികമായി ഉപദ്രവിക്കുകയോ അല്പം തെറിവാക്കുകൾ പറയുകയോ ജയിലിൽ അടക്കുകയോ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് അവർ ഭയങ്കരന്മാർ എന്ന് പറയുന്നത് തെറ്റാണ്. എന്നാൽ സാത്താനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സാത്താന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ലൈംഗിക വൈകൃതങ്ങളും രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന കൊലപാതകവുമാണ്. ലൈംഗിക വൈകൃതങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി സ്വന്തം മാതാവിനോട് അഗമ്യഗമനം പോലുള്ള പ്രവൃത്തി ചെയ്യുന്നതാണ്. അതോടുകൂടി മകൻ എന്ന ജന്മം അവസാനിച്ച് മൃഗമായി മാറുകയാണ്. സ്വന്തം മാതാവിനെ റേപ്പ് ചെയ്യുക, സ്വന്തം മാതാവിനെ കൊല ചെയ്യുക, സ്വന്തം മാതാവിനെ കൂട്ടിക്കൊടുക്കുക, സ്വന്തം മാതാവിനെ കൂട്ടിപ്പറയുക, സ്വന്തം മാതാവിനെ ഉപേക്ഷിക്കുക. ഇതെല്ലാം പൈശാചിക ശക്തി ഭരിക്കുന്ന വ്യക്തികൾ മാത്രം ചെയ്യുന്ന പ്രവൃത്തികളാണ്. തള്ളയ്ക്ക് ചേർത്ത് ചീത്ത വിളിക്കുന്നത് സ്വന്തം അമ്മയെ കൂട്ടിപ്പറയുന്നതിന് തുല്യമാണ്. അതായത് തള്ളയ്ക്ക് ചേർത്ത് ഏതൊരു മടിയുമില്ലാതെ ചീത്ത വിളിക്കുന്ന പോലീസുകാർ ആരെങ്കിലുമുണ്ടെങ്കിൽ അവരെ പൈശാചികമായ ശക്തി ഭരിക്കുന്നതുകൊണ്ട് ആത്മീയവാദിയുടെ ന്യായങ്ങൾ അവിടെ വില പോകില്ല. ശത്രുപക്ഷത്തുള്ളവർക്ക് അനുകൂലമായ നിലപാട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ തള്ളക്ക് വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ശരീരത്തിൽ പൈശാചികമായ ശക്തി വസിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അതൊരു നോർമലായ ഒരു മനുഷ്യന്റെ പകയോ പ്രതികാരമോ അല്ല അവർക്ക് ഉണ്ടാകുന്നത്. സാത്താന്റെ ഏറ്റവും ഇഷ്ടമുള്ള വൈകൃതം തള്ളയ്ക്ക് വിളിയിൽ കൂടി പറയുന്നത് സാത്താൻ ആനന്ദം പോലെ തന്നെയാണ്. അത്തരം പ്രവൃത്തിയും വിളിയും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ സാത്താന് സഹിക്കാൻ കഴിയാത്ത കോപം ഉണ്ടാക്കുകയും അത്തരം പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളുടെ ശരീരത്തിലും അത്തരം തെറി വിളിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിലും വസിച്ചുകൊണ്ട് ആത്മീയവാദിക്കെതിരെ ശക്തമായ പ്രതികാര നടപടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പോലീസുകാരിൽ നിന്ന് ഉണ്ടായ മോശമായ എന്തെങ്കിലും അനുഭവമോ പോലീസുകാർ തള്ളയ്ക്ക് വിളിക്കുന്ന തെളിവോ നിരത്തേണ്ടതാണ്. സാത്താൻ ഉണ്ടോ എന്ന തെളിവ് അതിനുശേഷം നിരത്തുന്നതാണ് നല്ലത്. അല്ലാത്തപക്ഷം പൈശാചിക ശക്തി ഭരിക്കുന്ന തള്ളക്ക് വിളിക്കുന്ന പോലീസുകാർ ആയിരിക്കും ആദ്യം തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത്. ആദ്യം യുക്തിഭദ്രമായി പോലീസുകാർ തള്ളയ്ക്ക് വിളിക്കുമോ എന്നറിയാൻ യൂട്യൂബ് അടക്കം സോഷ്യൽ മീഡിയ വഴി ഒരു സർവേ നടത്തുക. അത് കഴിഞ്ഞ് കേരളത്തിലെ മൊത്തം ജയിലുകൾ സന്ദർശിച്ച് ഒരു സർവേ നടത്തുക. ഇങ്ങനെ ഒരു സർവേ നടത്താതെ പോലീസുകാർ തള്ളയ്ക്ക് വിളിക്കില്ല എന്ന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ആത്മീയവാദി പറയുന്ന കാര്യത്തിൽ സംശയമോ തെറ്റോ ഉണ്ടെങ്കിൽ ഇത്തരം സർവേയിൽ കൂടി സത്യം മനസ്സിലാക്കാൻ കഴിയും.
കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനും ഏതൊരു ഭയവും കുറ്റബോധവും തോന്നാത്ത കുറ്റവാളികളെ ഒരു പ്രാവശ്യം തള്ളക്കി വിളിക്കുമ്പോൾ അവർ തിരിച്ചു പുറമേക്ക് വിളിച്ചില്ലെങ്കിലും മനസ്സിനുള്ളിൽ പലതവണ തിരിച്ച് തള്ളക്കി വിളിക്കും എന്ന കാര്യത്തിൽ എന്തൊക്കെ ഉഡായിപ്പ് ന്യായീകരണം പറഞ്ഞാലും സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അവർ കുറ്റവാളികളാണ്. അങ്ങനെ വിളിക്കില്ല എന്ന് പറയുന്നവർ ലോകവിഡ്ഢികളാണ്. കുറ്റവാളികളല്ലാത്തവരെ വിളിച്ചാൽ പോലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. സംശയമുള്ള പക്ഷം മനസ്സിൽ ചീത്ത വിളിച്ചവരുടെ ലിസ്റ്റും സർവേയെടുത്ത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലാതെ അവർക്ക് പോലീസുകാരോട് ബഹുമാനവും സ്നേഹവും തോന്നുമെന്ന് പറയുന്നതാണോ സത്യം? പോലീസ് ആവാനുള്ള ബുദ്ധിയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. തങ്ങൾ കുറ്റവാളികളെ ഇത്തരത്തിലുള്ള ചീത്ത വിളിച്ചാൽ കുറ്റവാളികൾ വിശുദ്ധരില്ലാത്തതിനാൽ മനസ്സിനുള്ളിൽ പലമടങ്ങ് ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള പോലീസാകാനുള്ള ബുദ്ധി ഉണ്ടായിട്ടും ആ ബുദ്ധിയെ നശിപ്പിച്ച ശക്തിയെ പൈശാചികമെന്ന് പറഞ്ഞാൽ തർക്കിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. എന്നാൽ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അകമേ എത്ര അഴുക്ക് പറ്റിയാലും കുഴപ്പമില്ല, പുറമേ വൃത്തിയുണ്ടായിരുന്നാൽ മതി എന്നല്ലേ? ഇത് നിസ്സാരമായ അഴുക്കല്ല. കുറ്റവാളികളുടെ മനസ്സിൽ തേച്ചുകൊടുത്ത തള്ളയ്ക്ക് വിളിയുടെ എൻസെസ്റ്റ് എന്ന അഴുക്കിന്റെ പലമടങ്ങ് അഴുക്കാണ്. സർവേ നടത്തിയാൽ തള്ളയ്ക്ക് വിളിക്കുന്നവർ ഉണ്ടാകുന്ന പക്ഷം ഈ ലോകത്ത് പിശാച് ഉണ്ടെങ്കിൽ അകമേ എത്ര അഴുക്ക് പറ്റിയാലും കുഴപ്പമില്ലെന്നും പുറമേ ഡിസിപ്ലിൻ ആയിരുന്നാൽ മതിയെന്ന് കരുതുന്ന പോലീസുകാരുടെ ആത്മാവിനെ ഭരിക്കാൻ പിശാചിന് കഴിയും. ഇവർ ദൈവത്തെയും പിശാചിനെയും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന പക്ഷം എന്ത് മനസ്സിലാക്കണം? ശാസ്ത്രം പറയുന്നതുപോലെ ജീവിവർഗങ്ങളിൽ നിന്ന് പരിണമിച്ചു വന്ന മറ്റു ജീവിവർഗങ്ങളേക്കാൾ ബുദ്ധിയും സവിശേഷതയുമുള്ള ഒരു ജീവിവർഗം മാത്രമാണ്. ഇത്തരക്കാർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ദൈവത്തെക്കുറിച്ചോ പിശാചിനെക്കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെയൊന്നുമില്ലെന്ന വിശ്വാസത്തിന്റെ ലോകത്ത് രാജാവായി ജീവിക്കുന്നവരാണ് അവർ. അങ്ങനെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന പക്ഷം ശിക്ഷാ നടപടികൾ മരണത്തിനു ശേഷം ഉണ്ടാകും എന്നുള്ളതിനാൽ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അതിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും മനസ്സ് വിസമ്മതിക്കുകയും പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും. പോലീസുകാർ കുറ്റവാളികളെ പുറമേ തള്ളക്കി വിളിച്ചാലും കുറ്റവാളികൾ അകമേ തള്ളക്കി വിളിച്ചാലും ആത്മീയവാദിക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല എന്ന് പറയാൻ കഴിയില്ല. അതിന് തക്കതായ കാരണമുണ്ട്. ആ കാരണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പോലീസുകാർ തള്ളക്കി വിളിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? തള്ളക്കി വിളിക്കുന്ന പോലീസുകാരുടെ ആത്മാവിനെ ഭരിക്കാൻ പിശാചിന് കഴിയും. അത് യുക്തിഭദ്രമായി തെളിയിക്കാനാണ് ഈ വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടി വന്നത്. പോലീസുകാർ കുറ്റവാളികളെ പുറമേ തള്ളക്കി വിളിച്ചാലും കുറ്റവാളികൾ അകമേ തള്ളക്കി വിളിച്ചാലും ആത്മീയവാദിക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല എന്ന് പറയാൻ കഴിയില്ല എന്നും അതിന് തക്കതായ കാരണമുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. ആ തക്കതായ കാരണം ഈ വീഡിയോയിൽ പറയാൻ കഴിയാത്ത വിധം ഫോണിന്റെ മെമ്മറി ഫുള്ളായതിനാൽ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. എങ്കിലും നിങ്ങൾ അറിയേണ്ടത് കേരളത്തിലെ മൊത്തം പോലീസുകാരുടെയും അമ്മയും സഹോദരിയും മകളും ആത്മീയവാദി സ്വന്തം അമ്മയും സഹോദരിയും മകളുമായാണ് കരുതുന്നത്. അതിന് തക്കതായ കാരണമുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കേൾക്കുക. നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകാം, ഏതൊരുത്തനും പോലീസുകാരുടെ അമ്മയും സഹോദരിയും മകളും സ്വന്തം അമ്മയും സഹോദരിയും മകളുമായി കരുതുവാൻ യോഗ്യതയുണ്ടോ എന്ന്? ഒരിക്കലുമില്ല. എന്നാൽ ആത്മീയവാദിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാകണമെങ്കിൽ സ്ത്രീവിഷയങ്ങളിൽ ആത്മീയവാദി ഏത് സ്വഭാവക്കാരനാണ് എന്ന വ്യക്തമായ തെളിവ് കൊടുക്കണം. അത്തരം തെളിവ് പാർട്ട് 3 വീഡിയോയിൽ പറയുന്നതായിരിക്കും. പോലീസുകാർ ആദ്യം ആ തെളിവുകൾ പരിശോധിക്കട്ടെ. ആത്മീയവാദിയുടെ യോഗ്യതയെക്കുറിച്ച് സാത്താന്റെ സന്തതികൾ ഒഴിച്ച് ആരും കുറ്റം പറയില്ലല്ലോ. ഏകദേശം ഇന്ന് ആത്മീയവാദിയുടെ മകളുടെ പ്രായമുള്ള, അതായത് ഏകദേശം 16 വയസ്സ് പ്രായം വരും, ആത്മീയവാദിയുടെ മകളെപ്പോലെ തന്നെ അമ്മയില്ലാത്ത ഒരു പെൺകുട്ടി. മതം മാത്രമേ വ്യത്യാസമുള്ളൂ. ആ പെൺകുട്ടി ഒരു മുസ്ലിമാണ്. ക്രിസ്ത്യാനികളെക്കുറിച്ചും ഹിന്ദുവിനെക്കുറിച്ചും പറയുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടിയെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കാൻ കാരണം ആത്മീയവാദിയുടെ മകളുടെ പ്രായമായതുകൊണ്ടും ആത്മീയവാദിയുടെ മകളെപ്പോലെ അമ്മയില്ലാത്ത ഒരു പെൺകുട്ടിയായതുകൊണ്ടുമാണ്. അടുക്കള വാതില് വഴി ആത്മീയവാദിയുടെ ബെഡ്റൂമിൽ വന്ന് ആത്മീയവാദിയുടെ കട്ടിലിന്റെ മെത്തയിൽ കാലാട്ടി മലർന്നു കിടന്നപ്പോൾ ആത്മീയവാദി ആ പെൺകുട്ടിയോട് കൈകൂപ്പി ഇറങ്ങിപ്പോകാൻ തൊഴുതു പറഞ്ഞിട്ടും പോകാത്തതിനെ തുടർന്ന് മറ്റു നിവൃത്തിയില്ലാത്തതിനാൽ
ശരീരത്ത് തൊടാൻ മടിച്ചിട്ട്. കട്ടിലിന്റെ സൈഡിൽ കിടന്ന തേങ്ങയെടുത്ത് ആ പെൺകുട്ടിയുടെ കൈയുടെ ഇടത് ഷോൾഡറിൽ ഇടിച്ചതിനെ തുടർന്ന് ആദ്യം കണ്ണുകൾ ചുവക്കുകയും പിന്നീട് കണ്ണുനീർ കണ്ണിൽ തളം കെട്ടിയ അവസ്ഥയിലായിരുന്നിട്ടും പോകാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് വീണ്ടും അതേ ഷോൾഡറിൽ തേങ്ങ കൊണ്ട് ഇടിച്ചതിനെ തുടർന്ന് കരഞ്ഞുകൊണ്ട് പോയ ആ പെൺകുട്ടിയുടെ അഡ്രസ്സ് ഒരു വനിതാ പോലീസിന് ആത്മീയവാദി കൊടുക്കും. അവർ അന്വേഷിച്ച് പറയുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്നറിയണമല്ലോ. അന്ന് ആത്മീയവാദിയുടെ പ്രായം ഏകദേശം 20 വയസ്സാകാനാണ് സാധ്യത. യൗവനത്തിലെ നിന്റെ അരക്കച്ച മുറുകെ കെട്ടണം എന്ന് ബൈബിൾ പഠിപ്പിച്ചതിന്റെ പ്രയോജനം ഇപ്പോഴാണ് ഉണ്ടായത്. ഏതായാലും അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം. പോലീസുകാർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തേങ്ങ കൊണ്ട് ഇടിച്ചതിന് കേസെടുക്കുമോ എന്ന് അറിയാൻ ഈ വീഡിയോ കാണുന്നവർ പോലീസിനോട് ചോദിച്ച് അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക.